ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുളക് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തൊണ്ടൻ മുളകാണ്. ഇതിപ്പോൾ 200 ഗ്രാം മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. മുളക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുളക് കഴുകി നല്ലപോലെ വെള്ളം മാറ്റിയിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നേരത്തെ എടുത്ത് കഴുകി മാറ്റി വെച്ച് വെള്ളം മാറ്റിയാലും മതി, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എങ്ങാനും വെച്ച് തുടച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും. നമ്മുടെ മുളക് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ മുളക് ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ കിടന്നാൽ മതി, നമ്മളായിട്ട് പൊടിക്കൊന്നും വേണ്ട, ഞെട്ടും കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായം. ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം അളവിലുള്ള പുളി കുതിർത്ത് വെച്ചിരുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് സമയം ഈ വെള്ളത്തിൽ മുളക് കിടക്കുമ്പോഴേക്കും ഉപ്പും പുളിയും ഒക്കെ ഈ മുളകിലേക്ക് പിടിച്ചുകൊള്ളും. ഇനി നല്ലപോലെ തിളപ്പിക്കണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി ഇല്ലെങ്കിൽ അതിന് പകരം വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളകൊക്കെ ഇപ്പം തിളച്ചതിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അച്ചാർ നിർത്താനുള്ള പരുവം. നമുക്ക് വച്ച അന്ന് മുതൽ തന്നെ വേണമെങ്കിൽ ഇത് കഴിച്ചു തുടങ്ങാം. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും മുളകെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുളക് അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും ഈ ടൈപ്പ് മുളക് കിട്ടുമ്പോൾ നമ്മുടെ മുളകച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്